ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം. പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാനൊരു കള്ളം പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. സത്യത്തിൽ ഇതൊരു പുതിയ വീഡിയോ അല്ല. മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്ത് താമസിക്കുന്ന എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു സതിച്ചേച്ചി. സതിച്ചേച്ചി ഒരു സ്കൂളിൻ്റെ മാനേജറായിരുന്നു. അതിനൊക്കെ ഉപരിയായിട്ട് എനിക്ക് അവരോടുള്ളൊരു പ്രത്യേക താല്പര്യം, ഞാൻ വളരെയേറെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അവരുടെ സംഭാഷണ ശൈലി, ആളുകളോടുള്ള പെരുമാറ്റ രീതി, അവരുടെ അറിവുകൾ, അവരുടെ ഒരു സൗന്ദര്യ ബോധം ഒക്കെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാൻ മാതൃകയാക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ആളുകളിൽ ഒരാളാണ് അവർ. എല്ലാത്തിനും ഉപരിയായിട്ട് അവരുടെ ഒരു ചെടി സ്നേഹം ഉണ്ടല്ലോ, അതിപ്പോൾ ഞാൻ എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. നോക്കൂ, ഒരു വീടിൻ്റെ മുൻവശം മാത്രമല്ല കേട്ടോ, പിൻവശമുണ്ട്, വശങ്ങളിലുണ്ട്, എല്ലാ വശത്തും ഉണ്ട്, വീടിനകത്തും പുറത്തും ഒക്കെ. അത് വളരെ മനോഹരമായിട്ടാണ് അടുക്കി പെറുക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ഞാൻ ആലോചിക്കാറുണ്ട്, അന്ന് ഇതിലെ പാസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് സതിച്ചേച്ചി ഇത്രയും ചെടികളുടെ അടുത്ത് ഓരോന്നിൻ്റെ അടുത്തും ചെന്ന് സതിച്ചേച്ചി വർത്താനം പറയും. ഓരോന്നിനും വേണ്ട കരുതൽ കൊടുത്ത് ഇതിനൊക്കെ മുഷിയാതെ മടുക്കാതെ സമയം കണ്ടെത്തണ്ടേ. അതിൻ്റെ ഇടയിൽ മറ്റു കാര്യങ്ങൾ, സ്കൂളിൻ്റെ കാര്യങ്ങൾ എന്ന് വേണ്ട, സതിച്ചേച്ചിക്ക് ഒരു ഭാഗത്ത് ഇരിക്കാനുള്ള സമയമുണ്ടായിരുന്നില്ല. ജീവിതത്തെ ഒരുപാട് സ്നേഹിച്ച, ജീവിതത്തെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കണ്ടിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. ഞാൻ മാതൃകയാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നെ ഒരുപാട് കാര്യമുള്ള എൻ്റെ ഒരു സഹോദരി എന്ന് വേണമെങ്കിൽ പറയായിരുന്നു. എൻ്റെ ഓരോ പോസ്റ്റുകൾക്കും കൃത്യമായ കമൻറ്റ് തരുന്ന, ഓരോ സ്റ്റാറ്റസിനും കൃത്യമായ കമൻറ്റ് തരുന്ന, എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്ന എൻ്റെ ഒരു മുതിർന്ന സഹോദരിയെപ്പോലെ ഞാൻ മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന കുറ്റിപ്പുറത്തെ സതിച്ചേച്ചിയാണ് ഈ വീഡിയോയിൽ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അവരുടെ വീടിന് മുൻപിലുള്ള അവർ നോക്കി നടത്തിയിരുന്ന ഒരു ചെടിത്തോട്ടം അതുകൂടി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. സത്യം പറഞ്ഞാൽ ഈ വൈകിയ എന്ന് പറയുമ്പോൾ 2 വർഷത്തിൽ കൂടുതലായി ഞാൻ ഈ വീഡിയോ എൻ്റെ ഗാലറിയിൽ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ടും ഞാൻ എന്തേ പോസ്റ്റ് ചെയ്തില്ല എന്ന് നോക്കുമ്പോൾ ഈ വീഡിയോ എടുക്കാൻ ചെന്നപ്പോൾ എന്നോട് സതിച്ചേച്ചൊരു കാര്യം പറഞ്ഞു, ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വരട്ടെ, നമുക്കിതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ചേർക്കാനുണ്ടെന്ന്. സതിച്ചേച്ചിയുടെ സ്കൂളിൻ്റെ കുറച്ച് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ കുറച്ച് ഭംഗിയാക്കലൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിലേക്ക് അതുകൂടി ആഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. വെയിറ്റ് ചെയ്യൂ കേട്ടോ, ഞാൻ പറയാം, വീഡിയോ പോസ്റ്റ് ചെയ്യാറായാൽ പറയാം എന്ന് പറഞ്ഞിട്ട് ഞാനും എൻ്റേതായ തിരക്കുകളിലേക്കും സതിച്ചേച്ചിയുടേതായ തിരക്കുകളിലേക്കും പോയി. വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇടയ്ക്കൊരു മെസ്സേജ് വരും, നിസരി ഒന്ന് വരുമോ, നമുക്ക് ഒന്ന് ഇരുന്നാലോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തിരക്കായിരിക്കും. സതിച്ചേച്ചി നമുക്കൊന്ന് ഇരുന്നാലോ എന്ന് ചോദിക്കുമ്പോൾ സതിച്ചേച്ചിക്ക് തിരക്കാവും. അങ്ങനെ അതിൻ്റെ ബാക്കി ഭാഗം ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാക്കി ഭാഗം ഇനി വീഡിയോ എടുക്കാൻ ഖേദകരമെന്ന് പറയട്ടെ, എൻ്റെ പ്രിയപ്പെട്ട സതിച്ചേച്ചി ഇന്ന് ഈ ലോകത്തിലില്ല. എന്നിട്ടും എന്തിനാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ തുനിഞ്ഞത് എന്ന് ഓർക്കുമ്പോൾ അതെനിക്ക് വല്ലാത്തൊരു വിഷമാണ്. അത് പോസ്റ്റ് ചെയ്യാതിരുന്നാൽ ഞാൻ എന്നോടും സതിച്ചേച്ചിയോടും ചെയ്യുന്ന ഒരു വലിയ തെറ്റാണ്. ഇടയ്ക്ക് എപ്പോഴോ സതിച്ചേച്ചിയുടെ മകൾ എന്നെ വിളിക്കേണ്ടായി കേട്ടോ. അവർ വിദേശത്തു നിന്ന് നാട്ടിൽ വന്നപ്പോൾ ആരുടെയൊക്കെയോ കയ്യിൽ നിന്ന് നമ്പർ കളക്ട് ചെയ്തിട്ട് എന്നെ വിളിച്ചു. ഞാൻ സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു എൻ്റെ അടുത്ത്, നിസരിയുടെ കയ്യിൽ അമ്മയുടെ കുറച്ച് വീഡിയോ ഉണ്ടെന്ന് ഞാൻ കേട്ടു, നിസരി അത് പോസ്റ്റ് ചെയ്യുമോ, പോസ്റ്റ് ചെയ്താൽ ഞങ്ങൾക്ക് അമ്മയെ കാണാമല്ലോ, അമ്മയുടെ സംസാരം കേൾക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വീണ്ടും ആലോചിച്ച് വേണമെന്നും വേണ്ടെന്നും തോന്നിയിട്ടും അവസാനം ഞാൻ വേണം എന്ന് കരുതി തന്നെ സതിച്ചേച്ചിയോട് മനസ്സാ എൻ്റെ വിഷമം അറിയിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുകയാണ്. ഒരിക്കലും സതിച്ചേച്ചി നമ്മുടെ ഇടയിൽ നിന്നും കടന്നു പോയിട്ടില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി സതിച്ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോയിലേക്കും സതിച്ചേച്ചി എന്ന ഒരു വ്യക്തിയിലേക്കും സ്നേഹത്തോടെ സ്വാഗതം. ഓയ് ഓക്കെ, വിളിച്ചോളൂ. ആ ഒന്ന് സെറ്റാക്കിക്കോളൂ, അവിടെ ഞാൻ വരാം.
നിഷ ചേച്ചി, നിഷ ചേച്ചി ഒന്ന് സെറ്റ് ആക്കൂ അവിടെ. ഓ ഇതാ ഞാൻ എന്റെ ഈ കുരുമുളക് കൈ കുരുമുളകാണേ. കഴിഞ്ഞല്ല ഇന്ന് ഒരു 2 കിലോ കുരുമുളക്. വിളിച്ചോളൂ ഒന്ന് ഭംഗിയാക്കിട്ട്. അവിടെ ഭംഗി തന്നെയാണ്, അവിടെ ഭംഗി തന്നെയാണ്. ശരി, ഈ പിന്നെ എന്താണ് ഈ കുറ്റി കുരുമുളകില്ലേ, ഇതൊക്കെ കായ്ച്ചു നിക്കണ എന്ത് ഭംഗിയാവുന്നറിയോ? ഇവിടെ നോക്കൂ, കായ്ച്ചു നിക്കണ കാണണം. കായ്ച്ചു നിക്കണ ഫോട്ടോ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. ഇല്ല, ഇത് നോക്കൂ. അതേപോലെ ഇത് ഫുള്ള് മഞ്ഞളാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് മഞ്ഞൾ നട്ടത്. ഇത് മോളുണ്ടാക്കി. ഈ മഞ്ഞൾ മൊത്തം കവർ ചെയ്യട്ടെ. മോളുണ്ടാക്കിയ ചീര ഭർത്താനൊക്കെ കളയില്ലേ, ഇതൊക്കെ കളഞ്ഞ് പാട്ടിടും. ഇത് കാണിച്ചു തരാം. കരിവേപ്പ്, ചേമ്പ്, ഇതെന്താ സാധനം? അത് ഏത് ചെടിയെക്കുറിച്ചാണ് ഞാൻ സംശയം ചോദിക്കാൻ തുനിഞ്ഞത് എന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. പക്ഷേ ഏതാണ് ആ ചെടിയെന്നോ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നോ സതിച്ചേച്ചി എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് എന്നോ ഇനി നമുക്ക് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായിട്ട് അവശേഷിക്കും. അത്രയും ഞാൻ അന്ന് വീഡിയോ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ബാക്കി എടുക്കാൻ ചെല്ലാനാണ് അവരെന്നെ കാത്തിരുന്നത്. ഞാൻ അവരെ ഒരുപാട് വിളിച്ചത് നടക്കാത്തൊരു സ്വപ്നമായി അത് അവശേഷിക്കുന്നു. സതിച്ചേച്ചിയെ കാണാൻ പോയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതിൻ്റെ തൊട്ടടുത്ത ദിവസം ഞാൻ ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണത്. 2 ദിവസം കഴിയട്ടെ നിങ്ങൾക്ക് വിശദമായി സതിച്ചേച്ചിയെ പരിചയപ്പെടുത്തി തരാമെന്ന്. വർഷം 4 കഴിഞ്ഞു, പരിചയപ്പെടുത്തൽ നടന്നില്ല.